ഒരിക്കൽ ബാലനായിരുന്ന കൃഷ്ണഭഗവാൻ യശോദയുടെ മടിയിൽ കയറിയിരുന്നു അമ്മിഞ്ഞപ്പാൽ നുകരുവാൻ തുടങ്ങി. ഈ സമയം യശോദയുടെ ഓർമ്മയിൽ വന്നത് അടുപ്പത്ത് പാൽ വെച്ചിരുന്ന വിവരമാണ്. പാൽ തിളച്ചു തൂകും എന്ന് കരുതി മടിയിലിരുന്ന പാൽ നുകരുവാൻ തുടങ്ങിയ കണ്ണനെ എടുത്തു താഴെ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. ഈ പ്രവൃത്തിയിൽ മനം നൊന്ത കണ്ണൻ കലിപ്പൂണ്ട് അടുത്തിരുന്ന മോരുംകലം അമ്മിക്കല്ലുകൊണ്ട് ഉടച്ചു കളഞ്ഞു. അതിനുശേഷം അടുത്തിരുന്ന വെണ്ണക്കലം എടുത്തുകൊണ്ട് പോയി. യശോദ തിളച്ച പാൽ ഇറക്കി വെച്ചിട്ട് തിരികെ വന്നപ്പോൾ മോരുംകലം ഉടഞ്ഞു കിടക്കുന്നു. മോര് നിലത്താകെ ഒഴുകിയും കിടക്കുന്നു. കണ്ണനെ അവിടെ എങ്ങും കാണാനുമില്ല. അരിശം പൂണ്ട യശോദ കണ്ണനെ അവിടെയൊക്കെ തേടി നടന്നു. അവസാനം ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് വെണ്ണ കലത്തിൽ നിന്നും വെണ്ണ കൈ നിറയെ വാരി കഴിക്കുന്ന കണ്ണനെയാണ് യശോദ കാണുന്നത്. അരിശം പൂണ്ടു നിന്നിരുന്ന യശോദ ഒരു കയർ എടുത്തുകൊണ്ട് വന്ന് കണ്ണനെ ഉരുളിൽ കെട്ടിയിട്ടു. ഉരുളിൽ കെട്ടിയിട്ട കണ്ണൻ അടങ്ങിയിരിക്കുമോ? കൊള്ളാം, നല്ല ശിക്ഷയായി. കണ്ണൻ ഉരുളും വലിച്ചുകൊണ്ട് സവാരിക്കിറങ്ങി. മുറ്റത്ത് 2 പടുവൃക്ഷങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു. കണ്ണൻ ഉരുളും വലിച്ചുകൊണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ ഊഴ്ന്നിറങ്ങി. ഉരുള് മരങ്ങൾക്കിടയിൽ ഉടക്കിയപ്പോൾ കണ്ണൻ ഒരു വലി വലിച്ചു. പെട്ടെന്നൊരു ശബ്ദത്തോടു കൂടി മരങ്ങൾ രണ്ടും ഇരുവശങ്ങളിലേക്ക് പിഴുതു വീണു. പൊടുന്നനെ മരത്തിന്റെ ഉള്ളിൽ നിന്നും 2 ദിവ്യരായ മനുഷ്യർ പ്രത്യക്ഷപ്പെട്ടു. കണ്ണനെ തൊഴുതു വണങ്ങി. അവർ 2 പേരും കുബേരപുത്രന്മാരായിരുന്നു. ഒരിക്കൽ അവർ മദ്യപിച്ച് ഗംഗാനദിയിൽ കുളിക്കുകയായിരുന്നു. അവരുടെ കൂടെ നഗ്നരായ സ്ത്രീകളും കുളിക്കുന്നുണ്ടായിരുന്നു. അവരുമായി സല്ലപിച്ച് കുളിക്കുമ്പോൾ ആ വഴി നാരദ മഹർഷി കടന്നു വരുന്നുണ്ടായിരുന്നു. സ്ത്രീകൾ ഇത് കണ്ട് ഗംഗാനദിയിൽ നിന്നും പെട്ടെന്ന് കരയ്ക്ക് കയറി വസ്ത്രങ്ങൾ എടുത്തുകൊടുത്ത് നാരദ മഹർഷിയെ ഭക്തിപൂർവം തൊഴുതു വണങ്ങി നിന്നു. എന്നാൽ മദ്യലഹരിയിലായിരുന്ന കുബേരപുത്രന്മാർ നാരദ മഹർഷിയെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ കുളിക്കുകയായിരുന്നു. ഇത് കണ്ട് അരിശം പൂണ്ട നാരദ മഹർഷി ഇരുവരെയും ശപിക്കുന്നു. നിങ്ങൾ 2 പേരും മരുതമരങ്ങളായി തീരട്ടെ എന്നായിരുന്നു ശപിച്ചത്. ശാപവാക്കുകൾ കേട്ട് 2 പേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാരദ മഹർഷിയുടെ കാലിൽ വീണു. ഞങ്ങൾക്ക് ശാപമോക്ഷം നൽകണേ എന്നപേക്ഷിച്ചു. മനുഷ്യലിവ് തോന്നിയ നാരദ മഹർഷി ശാപമോക്ഷവും നൽകി. ദ്വാപര യുഗത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിച്ചിരും. പിന്നീട് കുബേരപുത്രന്മാർ കൃഷ്ണനെ തൊഴുതു വണങ്ങി ഉത്തരദിക്കിലേക്ക് പോയി. ഉരുളിൽ കെട്ടിയിട്ട കണ്ണനെ നന്ദഗോപർ വന്ന് അഴിച്ചുവിട്ടു.